ഞാനൊരു 1.5 മാസം മുമ്പ് പച്ചക്കറി നട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതാ പച്ചക്കറി പയറൊക്കെ വിളവെടുത്ത് തുടങ്ങിയിട്ടോ. മത്തനും കുമ്പളം അതൊന്നും ആയിട്ടില്ല, പൂവ് ആയി തുടങ്ങണുള്ളൂ. അപ്പോൾ പയറും വെണ്ടയൊക്കെ വിളവെടുക്കൽ തുടങ്ങി. ഇപ്പം മഴക്കാലം കൂടിയല്ലേ, അപ്പോൾ പെട്ടെന്നായും ചെയ്തു. അപ്പം ആകുമ്പോഴത്തിനൊക്കെ ഒരു വിദഗ്ധം കഴിയും. വെണ്ടയ്ക്ക കണ്ടില്ലേ, ഈ വരുന്നുള്ളൂ. വെണ്ടയ്ക്ക ഏകദേശം 6 മാസത്തോളം നമുക്ക് വിളവെടുക്കാൻ ഉണ്ടാവും ഇവിടെ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കിറ്റിലൊക്കെ കിട്ടുന്ന പരിപ്പ് നമ്മളെ വീട്ടിലും ഉണ്ടാവും. കീസിങ് കവറിൽ പിന്നെ കുപ്പിയിലാക്കിയിട്ടൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പം മഴക്കാലം കൊറോണയും എല്ലാവരും വീട്ടിനകത്ത് തന്നെയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കണം, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ എന്നും ഇതിങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം ഇന്ന് പരിപ്പിൻ്റെ ഒരു വിഭവമാകാൻ കരുതി ഞാൻ. ഇതിൽ നിന്ന് ഞാനൊരു 1.5 ഗ്ലാസ് പരിപ്പെടുത്തിട്ട് നന്നായിട്ട് കേകിയിട്ട് കുക്കറിലെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിലിട്ട് കുതിർക്കൊന്നും വേണ്ട, നമുക്കൊന്ന് നല്ല വെന്ത് ഇടയൊന്നും വേണ്ട. അപ്പോൾ 2 വിസിലടിച്ചിട്ട് ഓഫാക്കുക. പെട്ടെന്ന് കളഞ്ഞിട്ട് തുറന്ന് നിൽക്കണം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ അണ്ടി മുന്തിരി വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ മുന്തിരി മാത്രമാണ് എടുക്കുന്നത്. അണ്ടിയും ആണെങ്കിലും അതുപോലെ എന്താണെങ്കിലും ഇതിൽ ചേർക്കുക. ഞാൻ അപ്പോൾ മുന്തിരിയാണ് ചേർക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 വെല്ലം ഉരുക്കി വെച്ചിരുന്നു, അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത പരിപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കര വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല, ഈ ശർക്കര ഈ ഒരു പരിപ്പിൽ ഒന്ന് പിടിക്കും അങ്ങനെ തിളപ്പിച്ചെടുത്താൽ. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ആ ഒരു മധുരത്തിൻ്റെ ഒരു ഇത് മുന്നിട്ട് നിൽക്കണമെങ്കിൽ ഒരല്പം ഉപ്പ് തന്നെ വേണം. പരിപ്പ് കറി വെക്കാനും പരിപ്പ് വട ഉണ്ടാക്കാനും മാത്രമല്ല, അങ്ങനെ വിളയിച്ചെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റ് തന്നെയാണ്. ചില ആൾക്കാർക്കൊന്നും ഗ്യാസായിട്ട് പരിപ്പ് ഉപയോഗിക്കാതെ കിടക്കുമായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പിലെ വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ പറഞ്ഞാൽ വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി മതി. പിന്നെ തേങ്ങ എത്ര ഇട്ടാലും തേങ്ങ പഞ്ചാര ഇട്ടാൽ വൈക്കോല് രസമാണെന്ന് അറിയുന്ന പോലെ തന്നെ തേങ്ങ കൂടുന്തോറും നമുക്ക് ടേസ്റ്റും കൂടും. അപ്പോൾ ഞാനൊരു തേങ്ങയാണ് എടുത്തത്, പച്ചത്തേങ്ങ തന്നെയാണ് എടുത്തത്. അത് ആ ഒരു പരിപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തലശ്ശേരിക്കാരെ ഒരു വിഭവം കൂടിയാണിത്. ഒരിത് പിന്നെ നല്ലോണം വേവിക്കും, പരിപ്പൊന്നും കൂടി വേവിക്കും. പിന്നെ ഒരു പഞ്ചസാരയാണ് ഇടുന്നത്. ഞാൻ ശർക്കരയാണ് ഇട്ടത്. പഞ്ചസാര ഇടുന്നവർക്ക് പഞ്ചസാര ഇട്ടും ഈ ഒരു ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് ഈ ഒരു കടിക്കണ ഒരു രീതിയിലാണ് വേവിച്ചെടുത്തത്. ഇനി അതിലേക്കൊരു സ്പൂണ് ഏലക്കായ് പൊടിച്ചതാണ്, അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മളെ പരിപ്പ് വിളയിച്ചത് ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ടേസ്റ്റുമാണ്. പിന്നെ പരിപ്പും ചിലവായിക്കോളും. അപ്പോൾ പരിപ്പ് വെച്ച് ഇവിടെ റെഡിയായി. ഈ സംബന്ധമായ അസുഖമുള്ളവർക്ക് ചിലപ്പോൾ ഇത് പറ്റിക്കൊള്ളണമെന്നില്ല, എന്നാലും കുട്ടികൾക്ക് നമുക്ക് ഇഷ്ടവിഭവമായിട്ട് തന്നെ കൊടുക്കുക, അവർക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാനതുപോലെ മുതിര പോലെ വിളയിച്ചെടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ പരിപ്പ് വിളയിച്ചത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക. എന്നും നമ്മൾ പരിപ്പ് വടിയും പരിപ്പും സാമ്പാറും ഒക്കെ അല്ലേ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കൽ. അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.